അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നന്മയുടെയും അറിവിൻ്റെയും ഈ വിജ്ഞാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചെറുതുവലുതുമായ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ, ആമീൻ. ഇസ്ലാമിക കലണ്ടറിലെ വളരെ പുണ്യമേറിയ രാവുകളിൽ ഒന്നാണല്ലോ ബറാഅത്ത് രാവ്. ഷഅബാൻ മാസം 15-ാം രാവിനെയാണ് നമ്മൾ ബറാഅത്ത് രാവ് എന്ന് വിളിക്കുന്നത്. പാപമോചനത്തിന്റെയും വിധി നിർണയത്തിന്റെയും രാവാണിതെന്നാണ് വിശ്വാസം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കഴിഞ്ഞുപോയ വീഴ്ചകൾ തിരുത്താനും വരാനിരിക്കുന്ന വർഷത്തേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം തേടാനുമുള്ള ഒരു വലിയ അവസരമാണിത്. ഈ രാവിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ബറാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മോചനമെന്നാണ്. നരകത്തിൽ നിന്ന് വിശ്വാസികൾക്ക് മോചനം ലഭിക്കുന്ന രാവായതിനാലാണ് ഇതിന് ഈ പേര് വന്നത്. അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് കരുണയോടെ നോക്കുകയും ഷിർക്ക് ചെയ്യുന്നവരും മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും ഒഴികെയുള്ളവർക്ക് ഈ രാവിൽ പുറത്തു നൽകുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ മനസ്സ് ശുദ്ധീകരിച്ച് പ്രാർത്ഥനകളിൽ മുഴുകേണ്ട സമയമാണിത്. ഈ രാവിൽ പ്രത്യേകം നിസ്കാരങ്ങളും പ്രാർത്ഥനകളും വിശ്വാസികൾ നിർവഹിക്കാറുണ്ട്. ഈ വർഷത്തെ ആയുസ്, മരണം, ഭക്ഷണം, റിസ്ക് തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാവാണിതെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദീർഘായുസ്സിനും ബറക്കത്തിനും ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണത്തിനുമായി മുസ്ലിം ലോകം ഈ രാവിനെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. നമ്മുടെ മുൻഗാമികളായ സഹാബികൾ ഈ രാവിനെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഈ രാവിന്റെ മഹത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ രാവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീയിൽ പോയി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മുൻകാല പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം തുടങ്ങിയവരുടെ ചരിത്രങ്ങളിലും ഇത്തരം പുണ്യനിമിഷങ്ങളുടെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. സന്ധ്യാസമയം മുതൽ തന്നെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും മുഴുകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഷഅബാൻ 15-ന് നോമ്പെടുക്കുന്നത് സുന്നത്തായ കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ഈ രാവിൽ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് സഹായിക്കും. ഈ രാവിനെ കേവലം ഒരു ആഘോഷമായി കാണുന്നതിനേക്കാൾ അതിന്റെ ചരിത്രപരമായ വേരുകളും ആത്മീയ വശങ്ങളും മനസ്സിലാക്കുന്നത് അത് കൂടുതൽ അർത്ഥവത്തമാക്കാൻ സഹായിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങളുമായും ഷഅബാൻ മാസത്തിന് ബന്ധമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖിബ്ല മാറ്റം. മുസ്ലിംകൾ നിസ്കാരത്തിന് അഭിമുഖമായി നിന്നിരുന്ന ദിശ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മക്കയിലെ കഅബയിലേക്ക് മാറ്റാൻ അള്ളാഹു കൽപ്പന നൽകിയത് ഒരു ഷഅബാൻ മാസത്തിലായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ബറാഅത്ത് രാവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് വിധി നിർണയത്തിന്റെ രാവാണെന്ന ലൈലത്തുൽ ഖദ്ർ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്ന് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഖാനിൽ പരാമർശിക്കുന്ന അനുഗ്രഹീത രാവ് ബറാഅത്ത് രാവാണെന്ന് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ജനനം, മരണം, ഭക്ഷണം എന്നിവയെല്ലാം മലക്കുകൾക്ക് ഈ രാവിൽ കൈമാറപ്പെടുമെന്നാണ് ഇതിന്റെ ചരിത്രപരമായ വശങ്ങളിലൊന്ന്. ഈ രാവിന്റെ മറ്റൊരു പ്രധാന വശം പാപമോചനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹു ഈ രാവിൽ പാപമോചനം നൽകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ കാരുണ്യം എത്രത്തോളം വിശാലമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. മനുഷ്യർ തമ്മിലുള്ള പിണക്കങ്ങൾ തീർക്കാനും മനസ്സിലെ വെറുപ്പ് നീക്കം ചെയ്യാനും ഈ രാവ് ഒരു നിമിത്തമാകണം. സഹാബികളുടെ ജീവിതത്തിൽ ഈ രാവിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ രാത്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നില്ല. അന്വേഷിച്ചു പോയ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീയിൽ, മദീനയിലെ ഖബർസ്ഥാൻ, പ്രാർത്ഥനയിൽ മുഴുകുന്നത് കാണുകയുണ്ടായി. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് ഷഅബാൻ പകുതിയാകുന്ന രാവാണ്. ഈ രാവിൽ അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് കരുണയോടെ നോക്കും. പണ്ഡിതന്മാരും വിശ്വാസികളും ഈ രാവിൽ 3 പ്രാവശ്യം സൂറത്തു യാസീൻ ഓതാറുണ്ട്. ഒന്നാമത്തേത് ആയുസ്സിൽ ബറക്കത്തുണ്ടാകാനും, രണ്ടാമത്തേത് ഭക്ഷണത്തിൽ ഐശ്വര്യമുണ്ടാകാനും, മൂന്നാമത്തേത് ഈമാനോടുകൂടി മരിക്കാനുമാണ്. ഇത് ഒരു കീഴ്വഴക്കമായി മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്നു. ഈ രാവിനെ കേവലം ചടങ്ങുകളിൽ ഒതുക്കാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു മാർഗമായി നാം കാണണം. ഈ പുണ്യരാവിനെ സ്വീകരിക്കാൻ നമ്മൾ ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കേണ്ടതുണ്ട്. ഷഅബാൻ മാസം തുടങ്ങിയത് മുതൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാവിനെ വരവേൽക്കാൻ പ്രധാനമായും മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരോടുള്ള വിദ്വേഷം,
പക, അസൂയ എന്നിവ വെടിഞ്ഞ് എല്ലാവരോടും പൊരുത്തപ്പെടുത്തിയും വേണം ഈ രാവിലേക്ക് പ്രവേശിക്കാൻ. മഗ്‌രിബ് നിസ്കാരത്തിന് മുൻപായി കുളിച്ചു വൃത്തിയായി സുഗന്ധം പൂശി പള്ളിയിലോ വീട്ടിലോ പ്രാർത്ഥനയ്ക്കായി ഒരിടം കണ്ടെത്തുക. സന്ധ്യാസമയം മുതൽ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കി ദിക്റുകളിലും സ്വലാത്തുകളിലും മുഴുകുന്നത് ആത്മീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. ഈ രാവിലെ ഓതേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലോകത്ത് പണ്ടുമുതലേ നിലനിന്നു പോരുന്ന ഒരു പ്രധാന രീതി 3 തവണ സൂറത്തു യാസീൻ ഓതുക എന്നതാണ്. ഇത് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് സാധാരണയായി നിർവഹിക്കാറുള്ളത്. ഒന്നാമത്തെ യാസീൻ ദീർഘായുസ്സിനും അള്ളാഹുവിനെ ആരാധിക്കാനുള്ള തൗഫീഖിനും വേണ്ടിയാകണം. രണ്ടാമത്തെ തവണ ഓതുമ്പോൾ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകാനും ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുമാണ് കരുതേണ്ടത്. മൂന്നാമത്തെ തവണ ജനങ്ങളിൽ നിന്നുള്ള ഐശ്വര്യം ഇസ്തിഗ്നാ ലഭിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഓരോ യാസീന് ശേഷവും പ്രത്യേകമായ ബറാഅത്ത് ദുആ നിർവഹിക്കുന്നതും ഉത്തമമാണ്. പ്രാർത്ഥനകളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി നിർവഹിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. കൂടാതെ തസ്ബീഹ് നിസ്കാരം പോലുള്ള നഫിൽ നിസ്കാരങ്ങൾ ഈ രാവിൽ നിർവഹിക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. സഹാബികൾ ഇത്തരം രാവുകളിൽ അള്ളാഹുവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഈ രാവിനെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹു ഈ രാവിൽ സൂര്യോദയം വരെ ചോദിക്കുന്നവർക്കെല്ലാം നൽകാനായി കാത്തിരിക്കുമെന്നാണ്. ഈ അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. പ്രവാചകന്മാരായ ഈസ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തുടങ്ങിയവരുടെ സമുദായങ്ങൾക്കും ഇത്തരം പുണ്യനിമിഷങ്ങൾ നൽകപ്പെട്ടിരുന്നുവെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലഭിച്ച ഈ രാവ് നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. പഴയകാലം മുതൽക്കേ പുണ്യദിനങ്ങളിലും ആഘോഷങ്ങളിലും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഭക്ഷണം നൽകുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. ബറാത്ത് രാവിൽ പള്ളികളിലും മറ്റും ഒത്തുചേരുമ്പോൾ ദാനധർമ്മം എന്ന നിലയിലും സ്നേഹം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായും മധുരപലഹാരങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാറുണ്ട്. ഇത് ഒരു പുണ്യകർമ്മമായി കണ്ടു ചെയ്യുന്നതിൽ തെറ്റില്ലെങ്കിലും അത് ബറാത്ത് രാവിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ ഈ രാവിൽ മുൻഗണന നൽകേണ്ടത് ആത്മീയമായ കാര്യങ്ങൾക്കാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനകളും ദിക്റുകളും ഒഴിവാക്കപ്പെടാൻ പാടില്ല. നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണം പാവപ്പെട്ടവർക്ക് നൽകാനോ കുടുംബബന്ധം പുതുക്കാനോ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇത് കേവലം ഒരു ആഭാസകരമായ ആഘോഷമായി മാറരുത് എന്നു മാത്രം. മുൻകാല പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാം തുടങ്ങിയവരുടെ ചരിത്രങ്ങളിൽ അതിഥികളെ സൽക്കരിക്കുന്നതിനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ആ അർത്ഥത്തിൽ ഈ പുണ്യരാവിൽ ദാനധർമ്മങ്ങൾ, സദഖ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷണ വിതരണം നടത്തുന്നത് നല്ല കാര്യമാണ്. ചുരുക്കത്തിൽ ബറാത്ത് രാവിൽ പ്രത്യേക വിഭവം ഉണ്ടാക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നില്ല. എന്നാൽ ഒരു മുസ്ലിം തന്റെ സന്തോഷം പങ്കുവയ്ക്കാനോ പുണ്യം ലഭിക്കാനോ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നത് നല്ലൊരു സാമൂഹിക കാര്യമാണ്. ഇത് നമ്മുടെ ആരാധനകളെ തടസ്സപ്പെടുത്താത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രം. പുണ്യദിനങ്ങളിൽ കുടുംബത്തിനു വേണ്ടി നല്ല ഭക്ഷണം ഒരുക്കുന്നത് ഭക്ഷണത്തിൽ ബർക്കത്ത്, അനുഗ്രഹം ഉണ്ടാകാൻ കാരണമാകുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഷൂറാ ദിനം, മുഹറം 10 പോലുള്ള ദിവസങ്ങളിൽ കുടുംബത്തിന് വിശാലമായി ഭക്ഷണം നൽകുന്നത് ആ വർഷം മുഴുവൻ ഭക്ഷണത്തിൽ ഐശ്വര്യം ലഭിക്കാൻ കാരണമാകുമെന്ന് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ നീക്കിവെക്കുന്ന പ്രത്യേക ദിവസങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കുടുംബത്തിന് നല്ല ഭക്ഷണം നൽകുന്നത് ഒരു ഇബാദത്തായി, ആരാധന അവർ കണക്കാക്കുന്നു. ഇത്തരം ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളെ സന്തോഷിപ്പിക്കുന്നത് വഴി അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുമെന്നും അത് നമ്മുടെ ഉപജീവന മാർഗത്തിൽ റിസ്ക് വർധന ഉണ്ടാക്കുമെന്നുമാണ് അവരുടെ പക്ഷം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ ആത്മീയമായ ഉന്നതിക്ക് ഭക്ഷണത്തിലെ ബർക്കത്ത് പ്രധാനമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബറാഅത്ത് രാവ് വിധിനിർണയത്തിന്റെ രാവായതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന വർഷത്തെ ഭക്ഷണത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇത്തരം ദാനധർമ്മങ്ങളും കുടുംബത്തോടുള്ള കരുണയും കാണിക്കുന്നത് ഉചിതമാണെന്ന് ഇവർ കരുതുന്നു. സഹാബികളിൽ പലരും തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ വലിയ താൽപര്യം കാണിച്ചിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഇത്തരം പുണ്യമുഹൂർത്തങ്ങളിൽ വലിയ തോതിൽ ഭക്ഷണവും മറ്റും വിതരണം ചെയ്തിരുന്നതായി ചരിത്രത്തിലുണ്ട്. മറ്റ് പ്രവാചകന്മാരായ മൂസ അലൈഹിസ്സലാം അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം തുടങ്ങിയവരുടെ ചരിത്രത്തിലും ഭക്ഷണത്തിന് അള്ളാഹു നൽകുന്ന ബർക്കത്തിനെക്കുറിച്ച് പരാമർശങ്ങൾ കാണാം.
ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിൽ പള്ളിയിലെ പ്രാർത്ഥനകളോ മഗ്‌രിബ് ശേഷമുള്ള യാസീൻ പാരായണമോ മുടങ്ങിപ്പോകാൻ പാടില്ല. ആത്മീയമായ ഒരുക്കം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സന്തോഷം പങ്കുവെക്കലായി ഇതിനെ കാണുന്നതാണ് ഉചിതം.